ജയന്തി മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം വിപുലമായി ആഘോഷിക്കുകയാണ്. 3 വർഷം കൂടി കഴിയുമ്പോൾ ഗുരു സമാധിയായതിന്റെ ശതാബ്ദി എത്തുകയാണ്. നമുക്കത് സാർവദേശീയ തലത്തിൽ തന്നെ ഗുരു സന്ദേശ പ്രസരണ വർഷമായി ആചരിക്കാൻ കഴിയും. ഗുരുവിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി അദ്ദേഹം പകർന്നു തന്ന മനുഷ്യത്വപൂർണമായ സന്ദേശങ്ങൾ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ലോകത്താകെ എത്തിക്കുകയും ചെയ്യുക എന്നാണ്. അതിനായി ഉപകരിക്കുന്ന തരത്തിൽ ശതാബ്ദിയെ അർത്ഥപൂർണമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങണമെന്നാണ് പറയാനുള്ളത്. 2025 എന്ന ഈ വർഷം ഗുരുവുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ച വർഷമാണ്. ജാതിയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ തന്നെ മൗലികമായ മാറ്റത്തിനിടയാക്കിയ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ശിവഗിരിയിൽ നടന്നതിന്റെ ശതാബ്ദി 2025 മാർച്ച് 12 നാം ആഘോഷിച്ചതാണ്. അതേപോലെ ഗുരുവിന്റെ ജാതിരഹിത പ്രവർത്തനങ്ങളിൽ മുഖ്യസ്ഥാനം അലങ്കരിച്ചിരുന്ന പ്രധാന ശിഷ്യൻ സത്യവ്രത സ്വാമികൾ സമാധിയായതിന്റെ ശതാബ്ദി 5 ദിവസം മുൻപായിരുന്നു. ഗുരുവിനു മുൻപേ കേരളത്തിന് നവോത്ഥാനത്തിന്റെ വഴികാട്ടിയ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ 200ാം ജന്മവാർഷികവും ഈ 2025 തന്നെയാണ്. കഴിഞ്ഞ വർഷമാണ് ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി നമ്മൾ സമുചിതമായി ആഘോഷിച്ചു. അതുപോലെ തന്നെ നവോത്ഥാനത്തിലെ മറ്റൊരു ചരിത്ര സംഭവമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദിയും കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചു. മഹാകവി കുമാരനാശാന്റെ വേദനാജനകമായ വേർപാടിന് 100 വർഷം തികഞ്ഞതും 2024 നവോത്ഥാന ചരിത്രത്തിലെ മറ്റൊരു വലിയ പേരിന്റെ ഉടമയായ ചട്ടമ്പിസ്വാമികൾ ഓർമ്മയായതിന്റെ ശതവാർഷിക സ്മരണകൾ നാം അയവിറക്കിയതും കഴിഞ്ഞ വർഷമാണ്. അങ്ങനെ പലതുകൊണ്ടും ചരിത്രം ഉന്മേഷം കൊള്ളുന്ന ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതിന്റെയൊക്കെ ഭാഗമായി തന്നെ വേണം ശ്രീനാരായണ ജയന്തിയെയും കാണുന്നത്. എന്തുകൊണ്ടാണ് മലയാളി സമൂഹത്തിന് ശ്രേഷ്ഠരായ ഇത്തരം
ആചാര്യന്മാരുടെയും മഹത്തുക്കളുടെയും ഒക്കെ ദിനങ്ങൾ ഈ വിധത്തിൽ ആചരിക്കണമെന്ന് തോന്നുന്നത്? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവരോട് മാറുന്ന കാലവും നാം അടക്കമുള്ള തലമുറകളും കടപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ് നമുക്ക് മനുഷ്യോചിതമാം വിധം ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യാവസ്ഥയും സാമുദായിക കാലാവസ്ഥയും ഒരുക്കി തന്നവരാണവർ. ആ ബോധ്യം ഉള്ളിലുള്ളതുകൊണ്ടാണ് നാം അവരെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, അവരുടെ ദിനങ്ങൾ കൊണ്ടാടുന്നു. എന്തുകൊണ്ടാണ് ഓരോ വർഷം കഴിയുന്തോറും ഗുരുവിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്? ഗുരു കേരളത്തിന്റെ ഇരുൾമൂടിയ സാമൂഹ്യ ജീവിതത്തെ എങ്ങനെയാണ് പുതുക്കിപ്പണിതത്? അതിനെ സഹായിച്ച ഗുരുദർശനവും ഗുരു നടത്തിയ ഇടപെടലുകളും എന്തായിരുന്നു? അവ എങ്ങനെയെല്ലാമാണ് ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത്? ഗുരുദർശനത്തോട് വർത്തമാനകാലം എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്? ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് ഗുരുവിന്റെ മാറുന്ന കാലത്തെ പ്രസക്തി കൂടുതൽ ബോധ്യപ്പെടുന്നതിനും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഗുരുദർശനത്തെ വക്രീകരിക്കാനും ഗുരുവിനെ സ്ഥാപിത താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചില നടത്തുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആവശ്യമായി വരികയാണ്. മനുഷ്യൻ എന്താണെന്നും മതം എന്താണെന്നും ദൈവഭാവന എന്താണെന്നുമൊക്കെ അത്യന്തം ലളിതസുന്ദരമായ വചനങ്ങളിലൂടെ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത മഹാത്മാവാണ് ഗുരു. സമൂഹത്തിൽ നീതിയെപ്പറ്റിയുള്ള മഹാസങ്കല്പങ്ങളുടെ പ്രകാശം സ്വന്തം ദർശനങ്ങളിലൂടെ ഗുരു ചൊരിയുകയാണ് ചെയ്തത്. ആ നീതി സാധ്യമാകണമെങ്കിൽ തുല്യതയോടെ മറ്റുള്ളവരെയും കാണാൻ കഴിയും. അവിടെയാണ് നേരത്തെ ബഹുമാന്യരായ ശുഭകാനന്ദ സ്വാമികൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ സോദരത്വേന എന്ന ഗുരുവിന്റെ മഹത്വജനത്തിന്റെ ആഴങ്ങൾ തെളിയുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ സമാധി അടയുന്ന 1928 വരെയുള്ള 4 പതിറ്റാണ്ട് കാലമാണ് ഗുരുവിന്റെ സാമൂഹ്യവും ദാർശനികവുമായ ഇടപെടലുകളെല്ലാം ഉണ്ടായത്. 1888 മുതൽ 1928 വരെ. അതോടെയാണ് ഗുരു ലോകാരാധ്യനായി മാറുന്നത്.